ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ കാണിക്കാനാണ് കേട്ടോ. ഓൾറെഡി എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു 2-3 ആഴ്ച മുന്നേ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാഴ്ചയൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഈ ലഗേജിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്നുകൂടെ എടുത്ത് നമ്മൾ ഇതിലോട്ട് വെക്കും. ഓക്കെ ഗായ്സ്, എനിക്ക് ഒട്ടും വയ്യ, നല്ല പെയിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു മൂഡില്ല ഗൈസ്. എൻ്റെ മുഖം ഒരുമാതിരിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്താ അറിയോ, ഇന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ നടക്കില്ല, വീഡിയോ എടുപ്പ് നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കുകയാണ് വീഡിയോ. അപ്പം നമ്മൾ ഈ ഒരു ബാഗിലാണ് നമ്മൾ എൻ്റെയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത് കേട്ടോ. വേറെ ബാഗ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്തെന്ന് നോക്കാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് എന്തൊക്കെ പാക്ക് ചെയ്യാൻ നോക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇതുപോലത്തെ കുറേ ബാഗ് നമ്മൾ കുറേ അല്ല വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം അതും ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഓൾറെഡി ഞാനും അമ്മയും കൂടിയിട്ടാണ് പാക്ക് ചെയ്ത്. അപ്പം അമ്മയ്ക്ക് അറിയാം എന്തൊക്കെയാണ് എവിടെയാണെന്നൊക്കെ അറിയാം. ഇതുപോലെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നീറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമുക്ക് എങ്ങനെ എപ്പോൾ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം. ക്ലിയർ ആയിട്ട് എടുക്കുക, ഒന്നും വലിച്ചിടേണ്ട ആവശ്യം വരില്ല ഗൈസ്. അപ്പം നിങ്ങളും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് തുറന്നു നോക്കണം, മറന്നുപോയി. കഴുകി വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എല്ലാം തൊടുന്നില്ല. ഇതിലെന്താണെന്ന് വെച്ചാൽ കുട്ടീനെ ക്യാരി ചെയ്യാനുള്ള ടവല് 2 എടുത്തിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട്, മഴക്കാലം ആയതുകൊണ്ട് തണുപ്പായിരിക്കുമല്ലോ. അപ്പം നമ്മൾ അത് ഒരു കട്ടിയുള്ളതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടീനെ നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ വേറെ എന്താ പ്രശ്നം വെച്ചാൽ മഴയായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ തുണി എടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബാഗിൽ കുട്ടീനെ ക്യാരി ചെയ്യാനുള്ള ടവൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കിത് ഫസ്റ്റ് വയ്ക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു ബാഗിൽ നമ്മൾ എന്താ വെച്ചിരിക്കണം നോക്കട്ടെ, എനിക്ക് മറന്നുപോയി. ഇതിൽ നമ്മൾ കുഞ്ഞിൻ്റെ സ്വെറ്ററാണ് ഗൈസ്. സ്വെറ്റർ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 3 വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിൽ 2 നമ്മളിപ്പോൾ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പായതുകൊണ്ടാണ് നമുക്ക് കുഞ്ഞിന് പിന്നെ ജനിക്കുന്ന സമയത്ത് തണുപ്പ് താങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇതുപോലെ 2 കേട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത് മാത്രം നമ്മൾ ഈ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം അമ്മയ്ക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അമലേട്ടനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമലേട്ടനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? ഇതിൽ ഇങ്ങനത്തെ ഒരു ഫുൾ കവറുള്ളതിൽ കുട്ടീൻ്റെ സാധനം. അപ്പം നമുക്ക് ഇത് വയ്ക്കാം. അമലേട്ടൻ കണ്ടിട്ടില്ല ഞാൻ പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അമലേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത് ഗൈസ്. അപ്പോൾ അമലേട്ടൻ നോട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ ഒരു ബാഗിൽ ഇതിൽ എനിക്ക് തോന്നുന്നു കുട്ടീൻ്റെ അല്ല, ഇത് പിന്നെ കാണിക്കാം കേട്ടോ. ഇത് കുട്ടീൻ്റെ കാണിക്കാം. ഈ ഒരു ബാഗിൽ ഇത് കാണാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഇത് കുട്ടീൻ്റെ ഡ്രസ്സാണ്. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ജബ്ലാസ്, അതുപോലെ എല്ലാ ടൈപ്പ് ഡ്രസ്സുണ്ട്. എന്ന് വെച്ചാൽ ജംസ്യൂട്ട് ഫുൾ കവർ, കൈയും കാലും ഒക്കെ കവർ ചെയ്യുന്ന ജംസ്യൂട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 1, 2, 3, 4, 5 എടുത്തിട്ടുണ്ട്. കാരണം മഴയല്ലേ. സോ നമുക്ക് തിരുമ്പി ഉണക്കാനൊന്നും പറ്റില്ലല്ലോ ഹോസ്പിറ്റലിൽ. നമുക്ക് C-സെക്ഷൻ ആണോ നോർമൽ ഡെലിവറി ആണോ എന്നറിയില്ല. അപ്പം നമ്മൾ ഒരു 7 ദിവസത്തെ കണക്കിലാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു സ്വെറ്റർ അതും എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ജബ്ലാസ്, ഇങ്ങനെ കെട്ടുന്ന ജബ്ലാസും ഉണ്ട്, ബട്ടൺ ജബ്ലാസും ഉണ്ട്. അപ്പം നമ്മൾ അതെല്ലാം കൂടെ ഇത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആകെ ഒരു ഇത്ര വാങ്ങിച്ചുള്ളൂ ജബ്ലാസൊക്കെ, അത് മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യം വരും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. കാരണം ഇത് വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, ഇരിക്കട്ടെ. നമ്മൾ ആകെ ഫുള്ളായിട്ട് വാങ്ങിയത് ഇതാണ്, അത് മൊത്തം വെച്ചു. അപ്പം നമ്മൾ ഇതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി കൊച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഗൈസ്, ഡ്രൈ ഷീറ്റാണ്. അപ്പം നമ്മളിത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3 അത് ചെറുതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ 3 കളറുള്ള ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. 3 ഉണ്ട്. ഒന്ന് പിങ്കും, ഒന്ന് ഓറഞ്ചും, ഒന്ന് ബ്ലൂവും. അങ്ങനെ ഇത് ചെറുതാണേ. അപ്പം നമ്മളിത് എടുത്തിട്ടുണ്ട്. 3 ഇനി കൂടുതൽ വേണമെങ്കിൽ എടുക്കുക. ഇവിടെ 2 കൂടെ എക്സ്ട്രാ ഉണ്ട്, വേണമെങ്കിൽ എടുക്കുക അത്. പിന്നെ ഇതും കുട്ടിക്ക് വേണ്ട ഐറ്റംസാണ്. വേറെ ഒന്നുമല്ല, ഇത് വൈറ്റ് ക്ലോത്താണ്. അതുപോലെ എല്ലാവരും നമ്മുടെ മലയാളീസൊക്കെ പൊതുവെ എടുക്കുന്നതല്ലേ, ഇത് വൈറ്റ് തുണിയാണ്. അത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി തേച്ച് മുറിച്ച് വെച്ചിരിക്കുകയാണ് കുഞ്ഞിന് എടുത്തു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കുറേ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പോരാ ഗൈസ്, ഇത് പോരാ. എങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ഇത്ര മതി, വീട്ടിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്കിത് പോരാ. അപ്പം നമ്മൾ അതൊരു സെറ്റ് ഇതിൽ മാത്രം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളായിട്ട് നോട്ട് ദ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തത് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ. അതിൽ കുഞ്ഞിൻ്റെ സോക്സ്, മിറ്റൻസ്, അതുപോലെ
കയ്യിലിടുന്ന അതിനെന്താ പറയുക, സോക്സ്, മിറ്റൻസ്, ക്യാപ്പ്, അങ്ങനത്തെ. അത് നമ്മൾ എല്ലാം എടുത്തു, കാരണം ചെറുത് എല്ലാം കുഞ്ഞതല്ലേ. അപ്പോൾ ഇവിടെ വെറുതെ വെക്കണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ ഇതിലാക്കിയിട്ടുണ്ട്. ഇത്ര ഇതുപോലത്തെ ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഈ ബാഗിൽ സോക്സും മിറ്റൻസും അതുപോലെ ക്യാപ്പും, അപ്പോൾ അത് ഓർമ്മിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഇത്രയും സാധനങ്ങളാണ് കുട്ടിക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് എൻ്റെ ഐറ്റംസാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത്. അല്ല ഗൈസ്, ഒന്ന് വിട്ടുപോയി. ഇനി കുട്ടിക്കുള്ള ബർത്ത് ക്ലോത്ത്സാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് അത് ഇതുപോലത്തെ കുഞ്ഞിതലാക്കി വെച്ചിട്ടുണ്ട്. അത് മൊത്തം ഇത്രയാണുള്ളത്, ഇത്രയുണ്ട്, ഒരു 10 എണ്ണം ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടാനും ഫേസ് മാത്രം തുടയ്ക്കാം കേട്ടോ. ഇതെന്താ പറയുന്നത്, ബർത്ത് ക്ലോത്ത് എന്നാണ് പറയുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ്റെ ക്ലോത്താണ്. ബർത്ത് തുടച്ചു കൊടുക്കാനാണ്. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. 10 എണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ, ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വാങ്ങാമല്ലോ. അപ്പോൾ 10 പീസ് അത് എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി കുട്ടീൻ്റെ ഐറ്റംസൊക്കെ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന് ക്യാരി ബെഡൊക്കെ ഉണ്ട്. ഇനി അടുത്തത് എൻ്റെ കാണിക്കാം. എൻ്റെ ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ കേട്ടോ. അതിൽ നമ്മളിതാ ഒരു തോർത്ത്, എക്സ്ട്രാ ഒരു വൈറ്റ് തോർത്തുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു 2 തോർത്തും കൂടെ വെക്കുന്നുണ്ട്. ഇത് അമലേട്ടൻ്റെ എൻ്റെയും കൂടെ തോർത്ത്. ഇത് തോർത്തുകൾ മാത്രം വെക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു തോർത്തും, എൻ്റെ തോർത്തും അമലേട്ടൻ്റെ തോർത്തും. അപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇതൊക്കെ എല്ലാം നമ്മൾ കുഞ്ഞിൻ്റെ എല്ലാ സാധനവും നമ്മൾ കഴുകി വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാത്തത്. അപ്പം നമുക്ക് തോർത്തൊക്കെ ഇതിൽ വയ്ക്കാം. അമലേട്ടൻ്റെ തോർത്ത് വേണ്ടല്ലോ, സെപ്പറേറ്റ് വയ്ക്കട്ടെ. അത് വേറെ എടുക്കുമല്ലോ. അത് ഇതല്ലേ വേണ്ടത്. അപ്പോൾ തോർത്ത് എൻ്റെ മാത്രം ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിക്കരുത്, വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു ക്യാരി ബാഗ് ഇങ്ങനെ സെൻട്രൽ സിബിളാണ്. ഇതിൽ എൻ്റെ ഇന്നർ വെയേഴ്സാണ്. അപ്പോൾ അത് ഇതിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വാങ്ങിയിട്ട് വെക്കാനുണ്ട്. അപ്പോൾ ഇന്നർ വെയേഴ്സൊക്കെ ഇതിലാണ്. അമലേട്ടാ ഇതിലാണ്, ഈ സെൻട്രൽ സിബിളാണ്. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് എടുക്കുക. നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു പൗച്ചുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇതെന്താ, എനിക്ക് വെളിച്ചം പറ്റില്ല, അപ്പം ഞാൻ കണ്ണിങ്ങനെ മൂടിയിട്ട് ഉറങ്ങാനാണ് അത് ഞാൻ വാങ്ങിച്ചു. എന്താ പറയുക, എനിക്ക് ഒട്ടും വെളിച്ചം പറ്റില്ല. ഇനി കുഞ്ഞ് വന്നാൽ എനിക്ക് മറ്റേ ഫാനിൻ്റെ ഒരു ലൈറ്റ്, AC-ൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഇല്ലേ, റെഡ് ലൈറ്റ്, എനിക്ക് അതൊന്നും പറ്റില്ല. എനിക്ക് ഒട്ടും വെളിച്ചം പറ്റാത്ത ഒരാളാണ്. അപ്പോൾ കുഞ്ഞായി കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു ലൈറ്റ് ഇട്ടിട്ടല്ലേ ഉറങ്ങാൻ പറ്റുക. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങും. അതിന് ഞാൻ വാങ്ങിച്ചാണ് ഗൈസ്. ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് കുറച്ച് ടവൽസ്, ഇത് എൻ്റെ ടവൽസാണ് ഗൈസ്. അപ്പോൾ അതും എല്ലാം തിരുമ്പി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ കയ്യിലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ 2 കർച്ചീഫും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഐറ്റംസ്. ഇനി മെയിനായിട്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ്. കാണിച്ചു തരാം ഗൈസ്. മഴക്കാലം ആയതുകൊണ്ടും പിന്നെ നമുക്ക് ഓപ്പറേഷൻ ആണോ നോർമൽ ഡെലിവറി ആണോ എന്ന് അറിയാത്തത് കൊണ്ടും കുറച്ച് ഒരു അധികം ഡ്രസ്സ് നമുക്ക് എടുത്ത് വയ്ക്കാം. മഴയല്ലേ, ഹോസ്പിറ്റലിൽ നമുക്ക് തിരുമ്പാനൊന്നും പറ്റില്ല. ഒരു വൈറ്റ് മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു തുണി നമ്മൾ വാങ്ങിച്ച് വാഷ് ചെയ്ത് വെച്ചാണ്. വൈറ്റ് മുണ്ടും ഇതുപോലെ വാഷ് ചെയ്താണ്. എന്തിനാന്ന് ചോദിച്ചാൽ എടുത്ത് വയ്ക്കാം, വല്ല ആവശ്യം വന്നല്ലോ, അതുകൊണ്ട് എടുത്ത് വയ്ക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, ഇതാണ് ഞാൻ വരുമ്പോൾ ഇടുന്ന ഡ്രസ്സ്. അത് പിന്നെ ബാക്കി എല്ലാം ഇതുണ്ടല്ലേ, 1 2 3 4 5 6 7 ഇതുപോലത്തെ 7 ജോഡി ഡ്രസ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നോർമലാണോ C സെക്ഷൻ ആണോ എന്ന് അറിയില്ല. C സെക്ഷൻ ആണെങ്കിൽ 7 ദിവസമൊക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ ഹോസ്പിറ്റലിൽ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആണ്, വെറുതെ പോണ്ട. അപ്പോൾ ഞാൻ ഇത്രയും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരു നെയ്റ്റി മാത്രം ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ബാക്കിയെല്ലാം ഫ്രോക്ക് നെയ്റ്റീസും കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ മടക്കി വെക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയുമാണ് എനിക്കുള്ള ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഞാനൊരു 7 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ ഇതിലോട്ടങ്ങ് വെക്കാം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള ബെഡാണ് ഗൈസ്. അയ്യോ, ഇങ്ങനല്ലേ? അല്ല, ഇങ്ങനെയല്ല. ഇങ്ങനെ എന്തോ ഇങ്ങനെയല്ലേ?
അത് നമ്മൾ തുറന്ന് വെച്ചിരിക്കുകയാണ്, അടയ്ക്കാം. നമ്മൾ കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള ബെഡാണ് ഇത്. എൻ്റെ ഏട്ടൻ്റെ കുട്ടീനെ ക്യാരി ചെയ്ത ബെഡാണ്, ധോനീനെ. അപ്പം നമ്മൾ അതന്നെ യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുഞ്ഞിനെടുക്കും. ഇതും കൂടെ നമ്മൾ വെക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിത് അഴിച്ചിട്ട് ഇത് വാഷ് ചെയ്താണ് ഗൈസ്. അപ്പോൾ നമ്മളതെന്ത് ചെയ്യുന്നു, ഇതിലോട്ടങ്ങ് വെക്കുന്നു. ഇതിപ്പോൾ എങ്ങനെ വെക്കുന്നു എനിക്കറിയില്ല, അമ്മ അന്ന് നേരെ വെച്ചതാണ്. ഓക്കെ, ഇതിൽ വെച്ചങ്ങ് അടച്ചാൽ ഇത് കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചുകൂടി സാധനങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് എൻ്റെയും കുഞ്ഞിൻ്റെ ഐറ്റംസ് ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബെഡുണ്ട്. ഇത് കുട്ടീനെ കിടത്താനുള്ള നെറ്റ് ബെഡാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ പാക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. ഇതും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇത് എനിക്കുള്ള ഒരു ഫീഡിങ് പില്ലോ. അപ്പോൾ നടുവേനുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫീഡിങ് പില്ലോ വേണ്ടവർ വാങ്ങിക്കുക ഗൈസ്. അപ്പോൾ ഞാനൊരു ഫീഡിങ് പില്ലോ എനിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാൽ കൊടുക്കാനായിട്ടുള്ളൊരു തുണി, മറയ്ക്കാനുള്ളൊരു തുണി ഗൈസ്, അതും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എക്സ്ട്രാ നമ്മൾ കയ്യിൽ വെക്കും. ഇതിൽ പാക്ക് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ ഇതുപോലത്തെ കുറച്ച് ന്യൂസ് പേപ്പറില്ലേ, ജസ്റ്റ് കയ്യിൽ വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബാഗിൽ വെക്കാം. കാരണം എന്തിനെങ്കിലും നമുക്ക് ഒരു റൂമിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആവശ്യം വരും. അപ്പം ന്യൂസ് പേപ്പർ നമുക്ക് ഇതിൽ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബാഗ്. ഇനി വേറെ ചെറിയൊരു ബാഗ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണെന്ന് ബാക്കി പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു 3 ബോക്സും കൂടെ എടുക്കുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഡ്രസ്സ്, പിന്നെ നമ്മൾ ഒരാൾക്ക് ബൈസ്റ്റാൻഡറൊക്കെ നിൽക്കാനായിട്ട് നമ്മളൊരു പുതപ്പ്, വിരിപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഒരാൾക്ക് നിൽക്കാം, അല്ലേട്ടന് കിടക്കാനുള്ളത്, ഒരാൾക്ക് കിടക്കാനുള്ളത് ഉണ്ടാവും. അപ്പം അമ്മയ്ക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും പുതപ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാനാണ് ഈ ഒരു ബോക്സ്. അപ്പം പിന്നെ അമ്മേൻ്റെ ഐറ്റംസ് ഇതിൽ തിരഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, കാണുന്നുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ്, ഇത് നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ്. ഈ ബോക്സ് നല്ല അടിപൊളി ബോക്സ് അല്ല, ഇത്. അപ്പം നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കഴുത്തിൽ, കുഞ്ഞിന് തലയിൽ വയ്ക്കാനുള്ള പില്ലോ. അത് യൂസ് ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, എനിക്ക് ചെരുപ്പ്, അപ്പോൾ ഹോസ്പിറ്റലിൽ ഇടാനായിട്ട് ചെരുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ, പിന്നെ വെറ്റ് വൈപ്സ്. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വെറ്റ് വൈപ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞിന് പറ്റുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇത് എനിക്കുള്ള വെറ്റ് വൈപ്സ്. ഇത് ബേബീൻ്റെ വാങ്ങിച്ചിരിക്കണേ, പക്ഷെ എനിക്കുള്ള വെറ്റ് വൈപ്സും ഇത് കുഞ്ഞിൻ്റെ. അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ കേട്ടോ, പച്ച. ഇതാണ് എൻ്റെ, മറക്കല്ലേ. പിന്നെ കുഞ്ഞിന് ചെറിയൊരു പാമ്പേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, എല്ലാം പിടിച്ച് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ പാമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടിഷ്യൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളൊരു പാഡ്, ഇത് XXL എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പാഡ് വെച്ചിട്ടുണ്ട്, ഒരു പാക്കറ്റ്. അതേപോലെ ഇത് ഞാൻ പറയാം കേട്ടോ. പിന്നെ പാഡ്, ഈ ഒരു പാൻറ്റി പാഡുണ്ട്, പാൻറ്റീസ് ടൈപ്പുള്ള പാഡും അതുപോലെ തന്നെ ഇങ്ങനത്തെ 2 ടൈപ്പ് ഓഫ് പാഡുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എക്സ്ട്രാ തുണിയും വെക്കുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ ഇത് പറ്റിയില്ലെങ്കിലും നമുക്ക് എക്സ്ട്രാ തുണി വെക്കുന്നുണ്ട്. അത് വെച്ചിട്ടില്ല, അത് വെക്കണം. ജനിക്കുമ്പോൾ ചിലപ്പോൾ നല്ല നഖം ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടിതാവും, മാന്തമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഡ്രിമ്മറല്ലേ, നെയിൽ കട്ടർ എന്ന് പറയും. കട്ടറല്ല, ഇത് യൂസ്ഫുള്ളാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എത്രത്തോളം യൂസ്ഫുള്ളാന്ന് അറിയില്ല, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. തുറക്കാം. ഇത് ഗൈസ്, ഇതാണ് സംഭവം. ഇതിൽ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നെഗ്ഗി, അതുപോലെ കുട്ടിക്കുള്ള സ്നെഗ്ഗീസ്, ടിഷ്യൂ, എൻ്റെ ടിഷ്യൂ, അതുപോലെ എനിക്കുള്ള പാഡ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെരുപ്പും, അത്ര ഐറ്റംസാണ് ഇതിൽ. പിന്നെ ഇങ്ങനത്തെ ഒരു ബാഗുണ്ട്, ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നില്ല, കണ്ടോ, ഇങ്ങനെ കാണിക്കാം. ഇതിലൊന്നുമില്ല. സാനിറ്റൈസർ, ബ്രഷ്, പേസ്റ്റ്, അതുപോലെ അതിന് ഡെറ്റോള്, അതുപോലെ അയ്യോ ലീക്കായല്ലോ. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കുള്ള ഡിറ്റർജൻറ്റ് നമ്മളിത് ഇതുപോലത്തെ ഒരു സാധനത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ആവശ്യം ഉണ്ടാവില്ല, എങ്കിൽ ഇതുപോലത്തെ ആക്കി വെച്ചു, അതൊക്കെ ലീക്കായി. ഇതിൽ 3 ബ്രഷ്, ടോയ്ലറ്ററി ഐറ്റംസാണ് ഗൈസ് ഇതിലൊക്കെ ഉള്ളത്. പിന്നെ ഒരു കുളിക്കുന്ന സോപ്പ്, പിന്നെ ഒരു അലക്കുന്ന സോപ്പ്, പിന്നെ ഒരു ഡെറ്റോള്, പിന്നെ കോൾഗേറ്റ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാനിറ്റൈസർ, പിന്നെ ഒരു വിംജൽ, അവിടെ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ ജസ്റ്റ് കഴുകാനായിട്ട് കേട്ടോ, അത്, പിന്നെ ഷാമ്പുവും കണ്ടീഷണറും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്.
ഇനി എൻ്റെ ഫേസ് വാഷ് വെക്കാനുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോയ്ലറ്ററി ഐറ്റംസും കാര്യങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഡെറ്റോൾ പോലത്തെയൊക്കെ. അപ്പോൾ ഇത് ഇനി കുഞ്ഞിൻ്റെ ആവശ്യമില്ല ഡ്രസ്സൊക്കെ ജസ്റ്റ് മഴയായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി വെക്കാമെന്ന് കൊണ്ട് എടുത്താൽ ലീക്കായി പോയി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കിതിലെല്ലാം പാക്ക് ചെയ്യാം ഗൈസ്. ഇനി നെക്സ്റ്റ് ഈ ഒരു കുട്ട എന്ന് പറയും. ഇത് എടുക്കണോ വേണ്ട, ചിലപ്പോഴേ എടുക്കുകയുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇതിലേക്ക് കുറച്ച് കവറില്ലേ ഇതുപോലത്തെ കവർ, കാരണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇപ്പോൾ അലക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ബിഗ് ഷോപ്പർ എടുത്തിട്ടുണ്ട്, കവറുകൾ എടുത്തിട്ടുണ്ട്, കാരണം അതിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് 2 കവർ എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, അതുപോലെ നമുക്ക് എന്തിനു പറയുക, ചോറ്റുപാത്രം, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെന്താണ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഗൈസ്. പിന്നെന്താ ഫ്ലാസ്ക്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇതിലാണ് വെക്കുക. ഇതിലൊക്കെ വെച്ചിട്ടുണ്ട്, ബാക്കി പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ ഗോകർണം പോലത്തെ സാധനം അതുണ്ട്. പിന്നെ ഗൈസ് എക്സ്ട്രാ ഈ ഒരു ബോട്ടിൽ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ വേറൊരു ബോട്ടിൽ, അങ്ങനെ 2 ബോട്ടിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ട ചിലപ്പോൾ എടുക്കുള്ളൂ കേട്ടോ. വേണം. അപ്പം നമ്മൾ ഈ ഒരു കുട്ടിയിൽ പാത്രം, അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് ബിഗ് ഷോപ്പർ, സെഞ്ചി, കവറ്, അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ടതുപോലെയൊക്കെ നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ നിൽക്കുന്ന അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ, അഡ്മിറ്റ് ആവാൻ പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ പാക്ക് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറേ പേര് കുട്ടികൾക്കുള്ള സോപ്പും ലോഷൻ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടു. പക്ഷെ അതൊന്നും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കുളിപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിന് വേണ്ട ക്രീംസ്, ലോഷൻ, സോപ്പ് അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല, നമ്മൾ എടുത്തിട്ടുമില്ല. അതൊക്കെ നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുള്ള വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്. ഒരു സാധനം വിട്ടുപോയി, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. എൻ്റെ ഹാൻഡ് ബാഗാണ് ഗൈസ്. ഇതിൽ നമ്മൾ മെയിനായിട്ടൊരു ഐറ്റം വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ആട്ടോ, വേറെ ഒന്നുമല്ല. അമലായിട്ട് മേക്കപ്പ് ആണുകൊണ്ട് കളിയാക്കണം, മേക്കപ്പ് ഐറ്റംസ് ഒന്നുമല്ല, ഡോക്യുമെൻറ്റ്സ്. നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്ന ഫയലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും. പിന്നെ എൻ്റെ മരുന്നുകൾ, നമ്മുടെ മരുന്നുണ്ടല്ലോ, ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെക്കും. ടാബ്ലറ്റ്സ് ഇപ്പോൾ കഴിക്കുന്നതുകൊണ്ട് നമ്മളത് എടുത്ത് വെച്ചിട്ടില്ല, പോണ സമയത്ത് എടുത്ത് വെക്കുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു ബാഗ് ഉണ്ട് ഗൈസ്. ഇതുപോലത്തെ ഒരു ബാഗിൽ നമ്മൾ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല, വെക്കും. ചീപ്പ്, പോക്കറ്റ് ടിഷ്യൂ, ഇതുപോലത്തെ കുറച്ച് ബണ്ണ്, ക്ലിപ്സ്, ലിപ്സ്റ്റിക്ക്. ഇനി ഇതിലേക്ക് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഇല്ല കേട്ടോ, ലിപ്സ്റ്റിക്കും മോയ്സ്ചറൈസറും ഒരു ഐലൈനറും മാത്രം ഒന്ന് ആഡ് ചെയ്യണം. പിന്നെ ഈ ചീപ്പ്, പോക്കറ്റ് ടിഷ്യൂ ഗൈസ്. അപ്പോൾ ഇത്രയും മേക്കപ്പ് സാധനങ്ങൾ ഒരുപാടൊന്നുമില്ല, പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട മേക്കപ്പ് സാധനങ്ങൾ. പിന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ പൗഡർ ഇതിൽ നമുക്ക് ഇടാം. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ കേട്ടോ. പിന്നെ ബണ്ണും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് യൂസ് ചെയ്യാനുള്ള ടിഷ്യൂ എക്സ്ട്രാ ഇതിൽ. പിന്നെ ഇത് രണ്ടും, പിന്നെ ഫയലും മെഡിസിനും ഇതിൽ വെക്കും. പിന്നെ നമുക്ക് വേണ്ട ചാർജർ എടുക്കാനും പിന്നെ ഹെഡ്സെറ്റ്, ചാർജർ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് വെക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ പുതിയ ഹാൻഡ് ബാഗ്. ഞാൻ ഇതൊക്കെ ഇട്ടൊരു കലക്കിന് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരുമെന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. പക്ഷെ എല്ലാം ഒരു ഫാഷൻ പോലെയൊക്കെ ഞാൻ പോകുന്നുണ്ട്. പുതിയ ബാഗാണ്, ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച ബാഗാണ്. അങ്ങനെയുണ്ട് ഗൈസ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ബൈ. അനിയൻ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ പോകുന്നുണ്ട്, തിരിച്ച് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് മാറ്ററല്ല, നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വരും ഗൈസ്. പേളി മണീൻ്റെ വീഡിയോ ചെയ്ത പോലെ.